ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഈ ചാനലിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ്. നാർസിസിസ്റ്റുകൾ മാറാറുണ്ടോ? നാർസിസിസ്റ്റുകൾ മാറ്റം വരുമോ? ഇത് ഈ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിതിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. തികച്ചും വസ്തുതാപരമായി ഫാക്ച്വലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഈ നാർസിസിസ്റ്റുകളിൽ മാറ്റമുണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആദ്യം ഇതിനകത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് എന്ത് മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. മൈനറായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കോറായിട്ടുള്ള ഇവരുടെ പേഴ്സണാലിറ്റിയുടെ മാറ്റമാണ് പലരും ഉദ്ദേശിക്കുന്നത്. ഒരു നാർസിസിസ്റ്റിൻ്റെ കോറായിട്ടുള്ള വിശ്വാസങ്ങളിൽ, അവരുടെ സഹാനുഭൂതിയിൽ അഥവാ എമ്പതിയിൽ, അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള ചേഞ്ചാണ് പലരും ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു ചേഞ്ച് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയിൽ എത്രത്തോളം സാധ്യമാകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ഡീപ്പായിട്ടുള്ള ബിഹേവിയറലായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂ ആണ്, ഡിസോർഡറാണ്. അത് വളരെയധികം ഇൻഗ്രെയിൻഡായിട്ട്, അല്ലെങ്കിൽ വളരെയധികം ആഴത്തിൽ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ചേർന്നിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പാറ്റേൺസിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നമ്മൾ നാളെ എൻ്റെ സ്വഭാവം മാറ്റി വയ്ക്കാം, നാളെ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി മാറ്റി വയ്ക്കാം എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല NPD എന്ന് പറയുന്നത്. ഇതിനകത്ത് നാർസിസിസ്റ്റുകളുടെ ചേഞ്ചിനെ പറ്റി പറയുമ്പോൾ നാർസിസത്തിൻ്റെ സ്പെക്ട്രത്തെ പറ്റി നമ്മൾ സംസാരിക്കണം. നാർസിസം എന്ന് പറയുന്ന ഒരു സ്പെക്ട്രമാണ്. ചെറിയ നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ്, 1-2 ട്രെയ്റ്റ്സ് ഉള്ള ആൾക്കാർ മുതൽ NPD വരെയുള്ള ആൾക്കാർ ഈ ഒരു സ്പെക്ട്രത്തിലുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ മാറ്റം എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകേണ്ടത് സാധ്യത കൂടുതൽ ഈ 1-2 ട്രെയ്റ്റ്സ് ഉള്ള ആൾക്കാരിലാണ്. ആ 1-2 ട്രെയ്റ്റ്സ് ഉള്ള ആൾക്കാരും NPD ആയിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ കീഴിൽ നടത്തിയാൽ മാത്രമേ ഇതിൽ NPD ട്രെയ്റ്റ്സ്, 1-2 ട്രെയ്റ്റ്സ് ഉള്ള ആൾക്കാരിലെ മാറ്റം എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് പോലും അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഈ NPD ഉള്ളവരുടെ കോർ ട്രെയ്റ്റ്സ് ആയിട്ട് വരുന്ന ഗ്രാൻഡിയോസ് ബിഹേവിയർ, ഒരു തരത്തിലും എമ്പതി ഇല്ലായ്മ, മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി, എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, അവരുടെ ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ്, ഞാൻ എന്തോ ആണെന്നുള്ള ഒരു വിചാരവും, എനിക്ക് ചുറ്റുമാണ് ഈ യൂണിവേഴ്സ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ലോകം തന്നെ സഞ്ചരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുമാണ് NPD ഉള്ളവർ. ഇത് വളരെ റൂട്ടഡായിട്ട്, വളരെയധികം ഇവരുടെ ഉള്ളിൽ അടങ്ങി ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ ഡെവലപ്പായി വന്നിട്ടുള്ള, ചൈൽഡ്ഹുഡിലെ തന്നെ ഡെവലപ്പായി വന്നിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത് ചേഞ്ച് ആവുമോ, ഈ NPD ഉള്ളവർ ചേഞ്ച് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത ഇല്ല എന്ന് തന്നെ പറയണം. ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ തന്നെ നടക്കുന്ന സ്റ്റഡി, നാർസിസിസം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസിലും റിസർച്ചിലും ആ റിസർച്ചിൻ്റെ ബേസിൽ മനസ്സിലാക്കിയിട്ടുള്ള ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ മാത്രമാണ്, നാർസിസിസ്റ്റുകളിൽ മാത്രമാണ് ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്. അതും 1-2 നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് കാണിക്കുന്നവരിലാണ് ആ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ചെറിയ രീതിയിലുള്ള ബിഹേവിയറൽ ചേഞ്ചാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, പൂർണ്ണമായിട്ടുള്ള മാറ്റമല്ല. അതുകൊണ്ട് തന്നെ അതും റിലയബിൾ അല്ല എന്നുള്ളതാണ്. NPD ഉള്ളവർ എന്തായാലും മാറാൻ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റം അവരിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് എന്നുള്ളത് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നാർസിസിസ്റ്റുകൾ അവരുടെ ഇൻസൈറ്റ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് നോക്കാൻ കഴിവില്ലാത്തവരാണ്. അവർ മറ്റുള്ളവരാണ് പ്രശ്നക്കാർ, മറ്റുള്ളവർ കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള സ്വന്തം ആക്ഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാതെ മറ്റുള്ളവരിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരാണ് നാർസിസിസ്റ്റുകൾ. കാരണം അവർക്ക് ആ ഒരു കഴിവില്ല. അവരുടെ ആക്ഷൻസ് ഒന്നും പ്രോബ്ലമാറ്റിക് ആണെന്ന് അവരൊരിക്കലും ചിന്തിക്കില്ല, അവരൊരിക്കലും കരുതുന്നുമില്ല. അവർ അതിന് കാരണക്കാർ മറ്റുള്ളവരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വിക്ടിമാണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നവരാണ് നാർസിസിസ്റ്റുകൾ. ഇത്തരം ഒരു ബിഹേവിയറും ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ്സും ആണ് അവരിൽ ഒരിക്കലും മാറ്റമുണ്ടാകില്ല എന്ന് പറയാനായിട്ടുള്ളൊരു കാരണം. പിന്നെ ഈ നാർസിസിസ്റ്റിക് ടെൻഡൻസീസ് കാണിക്കുന്ന, നമ്മൾ ആ സ്പെക്ട്രത്തിൽ ആദ്യം നിൽക്കുന്നവരിൽ ഈ ചേഞ്ചസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ക്രൈസിസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവർക്ക് ഉണ്ടാകുമ്പോൾ, ആരുമില്ലാത്ത ഒറ്റപ്പെടലായിട്ടുള്ള സിറ്റുവേഷൻസ്, ഒന്നും നഷ്ടപ്പെടുന്നൊരു സിറ്റുവേഷൻസ്, വളരെ ഇവർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ക്രൈസിസ് ഉണ്ടാക്കുന്ന, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായാൽ ലൈഫിൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് പീരീഡ് ഓഫ് ടൈം ഒരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണം അവരിൽ ഉണ്ടായേക്കാം. ഇത് കുറച്ച് തിയറിയുടെയും കൂടെ ബേസിസിൽ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് പ്രാക്ടിക്കലി എത്രത്തോളം ആണെന്നുള്ളത്
നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതിന് എനിക്ക് നിങ്ങൾ പലരുടെയും എക്സ്പീരിയൻസും കൂടെ ആവശ്യമാണ്. നിങ്ങൾ ആരെങ്കിലും നാർസിസിസ്റ്റിക് അബ്യൂസ് നേരിട്ടവരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിൽ ബിഹേവിയറൽ മാറ്റങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നാർസിസിസ്റ്റുകൾ എമ്പതി അഭിനയിക്കാനും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും എന്താ പറയുക, പല നല്ല ബിഹേവിയർ, നല്ല വെള്ള ചമയാനും ഒക്കെ കഴിവുള്ളവരാണ്. അത് അവർ പ്രറ്റൻഡ് ചെയ്യുന്നതാണ്, അഭിനയിക്കുന്നതാണ്. അവർക്ക് ശരിക്കും മാറ്റം വരുന്നതല്ല. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ ഇപ്പോൾ പറഞ്ഞ പോലുള്ള എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഒരു തെറാപ്പിസ്റ്റിനെ കാണുന്ന കാര്യമാണ്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു സൈക്കോ തെറാപ്പിസ്റ്റിനെ കണ്ട് ഒരു ലോങ് ടേം തെറാപ്പിക്ക് ഒരു നാർസിസിസ്റ്റ് തയ്യാറാവുമോ? ഒരിക്കലും തയ്യാറാവില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഒരുപാട് പേരെ കേട്ടതിലും അവരുടെ എക്സ്പീരിയൻസ് അറിഞ്ഞതിലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കാരണം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കോ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി തെറാപ്പി അറ്റൻഡ് ചെയ്യാൻ നാർസിസിസ്റ്റുകൾ ഒരിക്കലും തയ്യാറാവില്ല. കാരണം അവർ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നവരാണ്, അവരെല്ലാത്തിലും മികച്ചവരാണ്, അവർ വിക്റ്റിമാണ് എന്ന് വിചാരിക്കുന്നവരാണ് നാർസിസിസ്റ്റുകൾ. അപ്പോൾ ഒരു സൈക്കോ തെറാപ്പി സെഷനിൽ ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളിലെ തന്നെ പല സത്യങ്ങളും അവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും മാറ്റമുണ്ടാകണമെങ്കിൽ. ഒരു വ്യക്തിക്ക്, ഏതൊരു സാധാരണ വ്യക്തിക്കാണെങ്കിലും നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺസിലെ പെയിൻഫുൾ ആയിട്ടുള്ള സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. ഒരു നാർസിസിസ്റ്റ് ഒരിക്കലും അത് ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ്. ഈ നാർസിസിസ്റ്റുകൾ എമ്പതി മിമിക് ചെയ്യാനായിട്ട് വളരെ കഴിവുള്ളവരാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ അവരുടെ ഔട്ട്വേർഡായിട്ടുള്ള പൊട്ടിത്തെറികളും രൂക്ഷമായിട്ടുള്ള ദേഷ്യ പ്രകടനങ്ങളും അടക്കി നിർത്താനായിട്ട് ഇവർക്ക് കഴിവുണ്ട്. അത് മിമിക് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ഒരു കാര്യം ഒരിക്കലും ഇവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു എന്ന് തന്നെ പറയാനേ പറ്റുള്ളൂ. ഇത് ജെന്യുവിൻ എമ്പതി ആണെന്നും ഇവരിൽ മാറ്റമുണ്ടായതാണെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ട് ട്രോമ ബോണ്ടിങ്ങിൽ നിന്നുകൊണ്ട് തിരിച്ച് ഇവരുടെ അടുത്ത് പോകുന്ന പലരുമാണ് അനുഭവിച്ചത്. ഒരുപാട് എക്സ്പീരിയൻസ് എൻ്റെ വീഡിയോകളുടെ താഴെ തന്നെ കമൻറ്റുകളിൽ അറിയിച്ചത്. അതുകൊണ്ട് ഇത്തരം ട്രാപ്പുകളിൽ പെടാതിരിക്കുക. പിന്നെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരോട്, ഈ സംശയങ്ങളുള്ളവരോടാണ്, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ബിഹേവിയേഴ്സ് കൺട്രോൾ ചെയ്യാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ. ഒരു നാർസിസിസ്റ്റിനെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. അതിന് ശ്രമിക്കുകയും ചെയ്യരുത്. അത് വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊരു വളരെ എക്സ്ട്രീംലി ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രവണതയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ മാറ്റം വരേണ്ടത്, ഈ ചേഞ്ച് വരേണ്ടത് അവരിലല്ല, നിങ്ങളിലാണ്. നിങ്ങളാണ് ബൗണ്ടറി വയ്ക്കാൻ പഠിക്കേണ്ടത്. നിങ്ങളാണ് സെൽഫ് കെയർ ചെയ്യാനായിട്ട് പഠിക്കേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിലെ ഡിസിഷൻസ് ഇനി അങ്ങോട്ട് ശരിയായിട്ട് എടുക്കാൻ പഠിക്കേണ്ടത്. അപ്പോൾ മാറ്റം വരേണ്ടത് നിങ്ങളിലാണ്. നിങ്ങൾ അത്തരത്തിലൊരു നാർസിസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റിക്ക് അപ്മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. എത്രയും പെട്ടെന്ന് ഒരു തെറാപ്പിസ്റ്റിനെ സമീപിക്കുക. നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ട എല്ലാ കാര്യങ്ങളും എടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിർത്തുക. നിങ്ങളുടെ സേഫ്റ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൺട്രോൾ തിരിച്ചു പിടിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതുമാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ വിഷയത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ട ആർട്ടിക്കിളുകളും മറ്റ് ഡീറ്റെയിൽസും റിസോഴ്സസും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വായിച്ചു നോക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങളുടെ അനുഭവങ്ങളും ഇത്തരം സാഹചര്യങ്ങളിലുള്ള ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങളും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും